قبل شغلك وحياتك قبل موتك إلى آخر الحديث. شفيعنا رسول الله. നാമം കൊണ്ടിരക്കുന്ന നമസ്കാരം പാലേ ലക്ഷം നൽവിറയാ കോലോബിയ ഹക്കീമായോനേ. കേമത്തിൽ സ്ഥലം മർശം കുറുസും ലൗഹാടങ്ങളും ക്ഷേമത്തിൽ തെളിനോ ജോമും അമൈത്ത കോനേ. കമറും ശംസാദാദിന്റെ മൻസിലയിൽ ചലിപ്പിക്കും ഖദറുകൾ കുറിക്കുന്ന കദീറായോനേ. ഭൂമിയിൽ ബനുവാദം അതിർപ്പത്തെ പടച്ചോനെ. ബഹുമാനം ഹസനാട്ടിൽ സ്തുതിച്ചുള്ളോനേ. ലാ മൗജൂദില്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു തൻപേ അരുളും റഹീമായോനേ. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മളെ സഹായിച്ചവർ, ദീനിന്റെ വഴിയിൽ ഞങ്ങളെ സംരക്ഷിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ, തന്നുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹു ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്ന ഒരാളെയും നീ പാഴാക്കരുത് റഹ്മാനേ. അല്ലാഹുവേ, ദീനിനു വേണ്ടി സഹായിച്ചവരുടെ കൂട്ടത്തിൽ അവരെയും നീ ഉൾപ്പെടുത്തണം റബ്ബേ. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾക്കും നീ സ്വർഗം കൊടുക്കണം റബ്ബേ. ദുനിയാവിൽ അവരെ എന്തെല്ലാം പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും ചെയ്തിട്ടുണ്ടോ അതെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണം റഹ്മാനേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യജീവന് വിലയില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്ത് വെറും 6 വയസ്സുള്ള ഒരു കുഞ്ഞുമോളെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരു ദയനീയ അവസ്ഥ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇരുമലപ്പടിക്ക് ബായി സഹോദരന്റെ 2ാം ഭാര്യയ്ക്ക് സ്വസ്ഥമായി ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയാണത്രേ ഗർഭിണിയായ അവൾ തന്റെ ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള 6 വയസ്സിന്റെ അകത്ത് പ്രായമുള്ള ഒരു പൊന്നുമോളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞത്. ഇനി അവൾക്ക് സമാധാനത്തോടെ ജീവിക്കാനാവുമോ? ആ കുരുന്ന ജീവൻ ഭൂമിയിൽ ഇങ്ങനെ അതിന്റെ ആ പത്രത്തിലൂടെ ആ കുഞ്ഞിന്റെ ഫോട്ടോ മൊബൈലിലെല്ലാം കണ്ടപ്പോ നമ്മുടെയൊക്കെ മക്കളുടെ ബായി കൊച്ചാന്ന് പറയത്തുപോലുമില്ല. ആ കുഞ്ഞുമോൾ ഭക്ഷണം കൊടുത്ത് അതിനെ കിടത്തി ഉറക്കി വേറൊരു കുട്ടി, അവളുടെ കുട്ടിയുണ്ട്, അവളെ ആദ്യം കല്യാണം കഴിച്ചതിലുള്ള ഒരു കുട്ടിയും ഇപ്പോൾ കൂടെ കിടക്കുന്ന ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള കുട്ടിയും കൂടി ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ അതിനെ മാത്രം ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. മനുഷ്യന് മൂല്യമില്ലാത്ത വിനോദങ്ങൾക്കും മറ്റ്
ദുനിയാവിലെ സുഖലോലുപയ്ക്കും അതുപോലെ ഭൗതികതയ്ക്കും വില കൽപ്പിക്കുന്നവർ മനുഷ്യ ജീവനുകൾക്ക് വിലയില്ലാത്ത കാലം. ടൈംസ് ഓഫ് വേൾഡ് എന്ന് പറയുന്ന ഇന്നത്തെ മുഖ്യധാര വിദേശ രാജ്യ പത്രങ്ങളെല്ലാം ഇന്ന് എഴുതിയിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു 2024 ഹീറോയാണത്രേ. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ധിക്കാരിയായ ഭരണാധികാരി 50,000-ഓളം വരുന്ന ഫലസ്തീനിന്റെ മക്കളെ അവരെ ആരോ ആക്രമിച്ചു എന്നതിന്റെ പേരിൽ 2023 അവസാനം ഒക്ടോബർ മാസത്തോടെ ഇസ്രായേലിൽ കയറി ഹമാസിന്റെ ഭീകരത കയറി അവിടെ ആക്രമിച്ചു എന്നതിന്റെ പേരിൽ നിരപരാധികളായി സ്വസ്ഥമായി വീടുകളിൽ കഴിയുന്ന പാവപ്പെട്ട ഒരാളെയും ഉപദ്രവിക്കാൻ വാക്കുകൊണ്ട് പോലും പോവാത്ത പെണ്ണുങ്ങളെയും അബലകളെയും സമൂഹത്തിൽ, അതായത് ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ അക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് സ്വന്തം നാട്ടിൽ പോലും പിന്തുണയില്ലാതെ ഭരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു ആണത്രേ 2024 ഹീറോ. ആളുകളെ കൊന്നാൽ ഹീറോയാവുന്ന കാലമാണ്. പണ്ടൊക്കെ പേടിയുണ്ടായിരുന്നു മനുഷ്യരെ കൊല്ലാൻ. കൊലപാതകം എന്നത് ഈ ലോകത്ത് വലിയ കുറ്റം തന്നെയാണ്. ഇജ്തനിബു സബ്അൽ മുബിഖാത്ത്, 7 വൻപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കണേ എന്ന് റസൂല് പറഞ്ഞതിന്റെ ഗൗരവം അതീവ ഗുരുതരമാണ്. അതിൽ 3-മത്തേതാണ് അൽ ഖത്ലു, കൊലപാതകം. എവിടെയും കൊലപാതകമാണ്. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി പരസ്പരം വാളെടുക്കുന്ന, പരസ്പരം ഒരു കാരണവുമില്ലാതെ തർക്കിക്കുന്ന ഒരു ജനതയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്തിനും തർക്കം. ദുനിയാവിൽ മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ സംഗതിയാണ് തർക്കം. തർക്കം ഉപേക്ഷിച്ചാൽ തന്നെ മനുഷ്യന് സമാധാനമുണ്ടാവും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രതിപാദിച്ചു, സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, ഞങ്ങളെ നീ ജീവിപ്പിക്കണേ റബ്ബേ. ഹയ്യിനാ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങളെ സുരക്ഷിതനായി ജീവിപ്പിക്കണേ എന്ന നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ പറയുന്നത്. സമാധാനം നഷ്ടപ്പെടാനുള്ള ഒരു സംഗതി അത് തർക്കമാണ്. തർക്കത്തിലൂടെ പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെയാണ്. ഭാര്യയും ഭർത്താവും എന്നും തർക്കമാണ്. ഉമ്മച്ചിയും വാപ്പച്ചിയും എന്നും തല്ലുകൊടുത്താണ്. ഉമ്മയും വാപ്പയും മക്കളും ഉപ്പയും തമ്മിൽ തർക്കമാണ്. ജ്യേഷ്ഠനും അനിയനും തമ്മിൽ തർക്കമാണ്. ഇങ്ങനെ നിങ്ങൾ തർക്കിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് അല്ലാഹു തആല തരാൻ നിശ്ചയിച്ച അനുഗ്രഹമാണ് ഈ തർക്കത്തിലൂടെ നഷ്ടപ്പെടുന്നതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ ഉമ്മത്തിന് ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെട്ടത് ഒരു തർക്കത്തിലൂടെയാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണ്, ഇന്ന സമയത്താണ്, ഇന്ന നേരത്താണെന്ന് കൃത്യമായി അല്ലാഹുവിന്റെ റസൂലിനെ അറിയിച്ചു കൊടുത്തപ്പോൾ അതുമായി നബി തങ്ങൾ തിരിച്ചു വന്ന സഹാബത്തിനോട് പറയാൻ വരുമ്പോൾ 2 സഹാബികൾ പരസ്പരം തർക്കത്തിലായിരുന്നു. ഈ സഹാബികളുടെ തർക്കം അല്ലാഹുവിന്റെ റസൂല് പരിഹരിച്ചപ്പോൾ നബി തങ്ങളോട് അല്ലാഹു തആല ഈ റജബാണ് ഈ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് നബി തങ്ങൾ മറന്നുപോയി. അപ്പൊ തർക്കം കാരണം നബി തങ്ങൾക്കുണ്ടായ ആ ഒരു മറവി ഈ ഉമ്മത്തിന്റെ മറവിയായി പോയി. നബി തങ്ങൾ പിന്നെ അതൊരു ഊഹം വെച്ചതാണ് നബി തങ്ങൾ പറഞ്ഞത്. 21, 23, 25, 27, 29
അവസാനത്തെ ഒറ്റ രാവുകളിലാണ് ലൈലത്തുൽ ഖദർ എന്ന നബി മുഹമ്മദ് മുസ്തഫ. തർക്കമെന്നത് നിസ്സാരമായി നിങ്ങൾ കാണരുത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കം നിങ്ങളുടെ കുടുംബത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും. മക്കള് ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല, തർക്കമാണ്, ബറക്കത്ത് നഷ്ടപ്പെടും. പണ്ട് കാരണവന്മാര് പറയാറുണ്ട്, തൊഴുത്തിൽ കുത്തു തുടങ്ങിയാൽ പിന്നെ ഒരെണ്ണം ചാവുമെന്ന്. കേട്ടിട്ടില്ലേ? തൊഴുത്തിൽ കോഴികൾ തമ്മിൽ കൊത്തുകൂടിയാൽ, പശുക്കൾ തമ്മിൽ കൊത്തുകൂടിയാൽ ഒരെണ്ണം ചത്താലേ പിന്നെ തടങ്ങും. തർക്കമെന്നത് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ എടുത്തു കളയുന്നതാണ്. പരസ്പരം എത്ര ന്യായമുണ്ടെങ്കിലും തർക്കം ഉപേക്ഷിക്കുന്ന മുസ്ലിമേ, നിനക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു മാളികയുണ്ട്. ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നെവിടെയും തർക്കമാണ്. നബി തങ്ങൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖ്തലിഫൂ, നിങ്ങൾ പരസ്പരം തർക്കിക്കല്ലേ. فإن من كان قبلكم اختلفوا فهلكوا. شفيعنا رسول الله. നബി തങ്ങൾ പറഞ്ഞു, ലാ തഖ്തലിഫൂ, നിങ്ങൾ പരസ്പരം തർക്കിക്കല്ലേ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കല്ലേ, നിങ്ങൾ പരസ്പരം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കൂടരുത്. അങ്ങനെ നിങ്ങൾ തർക്കം കൂടിയാൽ ഫഇന്ന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഇങ്ങനെ പല തർക്കങ്ങളിലും ഒരുമിച്ചിരുന്നു. അങ്ങനെ അവർ തർക്കം കൂടിയതിന്റെ പേരിൽ ഇഖ്തലഫൂ, മുൻഗാമികൾ പരസ്പരം തർക്കിച്ചപ്പോൾ ഫഹലകൂ, അവര് മുഴുവനും ഹലാക്കായി പോയി. ശഫീഉനാ റസൂലുള്ളാഹി. തർക്കിക്കാൻ പാടില്ല. ഇന്ന് എന്തിനും തർക്കമാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, ഞാൻ കഴിഞ്ഞ സലാത്തിന്റെ സദസ്സിൽ പറഞ്ഞതാണ്, നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ടിവിയിൽ കാണുന്ന സീരിയലുകളിൽ അവിടെയുള്ള പ്രതിവാദി വിഷയം തന്നെ തർക്കമാണ്. അച്ഛനും അമ്മയും 5 മക്കളും തർക്കമാണ്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. നിസ്സാര കാര്യത്തിനും ഇങ്ങനെ തർക്കിച്ച് നമ്മുടെ അനുഗ്രഹങ്ങൾ മുഴുവനും അല്ലാഹു എടുത്തു കളയുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ ജീവിതം പോണത്. സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ നീ ഒരുപാട് സമ്പാദിക്കുന്നത് നിനക്ക് സമാധാനം ഉണ്ടാകുന്ന ഒന്നല്ല. നമ്മൾ ധരിച്ചിരിക്കുന്നത് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു വീടും നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും, പിന്നെയോ നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങളും, നമ്മുടെ മക്കളെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർക്കലും, നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കലും, മുന്തിയ തരം വാഹനങ്ങൾ ഉപയോഗിക്കൽ, ഇതെല്ലാം ജീവിത സമൃദ്ധമായി അല്ലാഹു നമുക്ക് തരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും വലിയ സമ്പന്നത, ഇതാണ് ഏറ്റവും സമാധാനമെന്നത്. ഒരിക്കലും അതൊരു സമാധാനമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും, നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ പ്രൗഢിയിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ നിങ്ങളുടെ ശരീരത്തിന്റെ ഭംഗിയിലേക്കോ അല്ലാഹു നോക്കുന്നില്ല. പക്ഷേ വലാകിന്നെങ്കിലും അല്ലാഹു യൻദുറു ഇലാ ഖുലൂബികും, അല്ലാഹു നോക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്കാണ്. ശഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും ഒന്നും അല്ലാഹു നോക്കുന്നില്ല. നമുക്ക് നല്ല വീടുണ്ടോ, നല്ല സൗകര്യങ്ങളുണ്ടോ, ഇതിലെല്ലാം നമ്മൾ സമാധാനം കണ്ടെത്തുമ്പോ ഇതൊന്നുമല്ല അല്ലാഹു നോക്കുന്നത്.
ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ നിങ്ങളുടെ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങൾ നല്ല ഭംഗിയുള്ളവരാണോ, പെണ്ണായാലും ആണായാലും, ഒരാളിലേക്കും അല്ലാഹു തആല വലാ ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുന്നില്ല, വലാ ഇലാ അജ്സാമിക്കും നിങ്ങളുടെ ശരീരത്തിലേക്കും നോക്കുന്നില്ല. എങ്കിലും അല്ലാഹു നോക്കുന്നത് യൻളുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതാണ്, ദുനിയാവിൽ ഒരുപാട് സമ്പത്തുണ്ടാവുന്നതല്ല നമ്മുടെ സമ്പന്നത എന്നത്, ഹൃദയത്തിന്റെ സമാധാനമാണ് സമ്പന്നത. ഹൃദയത്തിൽ നമ്മൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നുണ്ടെങ്കിൽ അതിലാണ് അവന്റെ സമാധാനം. വീടില്ലാതെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവനോ അവൻ സമാധാനമായാണ് കിടന്നുറങ്ങുന്നത്. ഒരു യാചകനാണ്. യാചന എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തതാണ്. ഗുരുതരമായ ഒരു ആക്ഷേപമുള്ള കാര്യമാണ് വെറുതെയുള്ള യാചന. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. അങ്ങനെ യാചനയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ സ്വന്തമായി വീടില്ല എങ്കിലും അവൻ കിടന്നുറങ്ങുന്നത് വരാന്തയിലാണ്, എന്നാലും അവന് നല്ല സമാധാനമാണ്. കാരണം എന്താ, അവന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ റോട്ടിലൂടെ നടന്നു കിട്ടുന്ന കുപ്പിയും പാട്ടയും മറ്റേ ഇരുമ്പും ഇതെല്ലാം കൂടി ശേഖരിച്ച് നേരം വൈകുന്നേരമാകുമ്പോൾ അവൻ കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന പൈസ അവന് നല്ല സംതൃപ്തിയാണ്. ഒരു യാചകൻ നിങ്ങളുടെ മുന്നിൽ വന്നു. യാചന ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങളുടെ മുന്നിൽ വന്നതൊരു യാചകനാണ്, എന്നാൽ അവനോട് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ കൊടുത്ത് നല്ല വാക്ക് പറയണം. വീടിന്റെ ഉമ്മറത്ത് ഒരു കുതിരപ്പുറത്താണ് ഒരു യാചകൻ വന്നത്, എന്നാലും നിങ്ങൾ അവനെ ആട്ടിയോടിക്കല്ലേ. ശഫീഉനാ റസൂലുള്ളാഹി. ഒരു യാചകൻ നോക്കുമ്പോ കുതിരപ്പുറത്തൊക്കെ വന്നിരിക്കണേ, എന്നാൽ അവൻ വന്നത് നിങ്ങളുടെ വീട്ടിൽ വല്ലതും ചോദിച്ചാണെങ്കിൽ അവനോട് നിങ്ങൾക്ക് ഉള്ളത് എന്തെങ്കിലും കൊടുക്കാം. ഇനി ഒന്നും കൊടുക്കാനില്ലെങ്കിൽ അവന്റെ മുഖത്തു നോട്ടിയുള്ള പുഞ്ചിരിയുണ്ടല്ലോ, അത്തബസ്സുമോ അല്ലെങ്കിൽ ഖൗലും ബിമഅറൂഫിൻ ഖൈറും മിൻ സദഖ. ശഫീഉനാ റസൂലുള്ളാഹി. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഒന്നുമില്ലാത്ത മോനെ, ഇവിടെ ഇക്ക ഇല്ല, അല്ലെങ്കിൽ ആളില്ല, പിന്നെ ഒരു സമയത്ത് വരൂ എന്ന് മാന്യമായ നല്ല രീതിയിലുള്ള ഒരു മറുപടി. ഖൗലും ബിമഅറൂഫിൻ ഖൈറും മിൻ സദഖ. ശഫീഉനാ റസൂലുള്ളാഹി. യാചകരൊക്കെ നമ്മുടെ കടകളിലൂടെ വരുമ്പോൾ നമ്മൾ എത്ര തിരക്കാണെങ്കിലും ഉള്ളത് നമ്മൾ കൊടുത്തു വിടണം. ചില ആളുകളുണ്ട്, ചില ആളുകൾക്ക് മറ്റുള്ളവർ ജീവിക്കുന്നതിലുള്ള അസൂയയാണ്. എന്ത് നമ്മൾക്ക് അല്ലാഹു തആല തന്നിട്ടുണ്ടെങ്കിലും അപ്പുറത്ത് പണിയുന്ന 2 നില 3 നില വീടിലേക്ക് നോക്കി ഇങ്ങനെ നെടുവീർപ്പിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളയല ചില ആളുകളുടെ ജോലി. എന്തോരം അവർ സമ്പാദിച്ച് അവർക്കുണ്ട് നല്ല സമ്പൽ സമൃദ്ധമായ ജീവിതവും കുടുംബവും മക്കളും എല്ലാം ഉണ്ട്. എന്നാലും ചില ആളുകൾ ഇങ്ങനെ പഴയ ഡ്രസ്സ് ഇടുള്ളൂ. എത്ര പുതിയതുണ്ടെങ്കിലും വാപ്പാനോട് പറഞ്ഞ വാപ്പ ആ കീറിയത് തന്നെ ഇടും. പുതിയ തലമാരിൽ ഇങ്ങനെ എടുത്ത് വെച്ച് തേച്ച് വെച്ചേക്കാണ്. എന്നാലും ഏത് കല്യാണത്തിനുമായാലും വാപ്പ ആ പഴയത് തന്നെ ഇടും. അവർക്കങ്ങ് തീർന്നു പോകുമെന്ന് പേടിയാണ്. ഇപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും പുതിയ അലമാറിൽ പൊട്ടിക്കാത്ത പുതപ്പും പൊട്ടിക്കാത്ത പ്ലേറ്റും ആരെങ്കിലൊക്കെ വരുമ്പോ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കാം. ഇനി എപ്പോഴും ആരെങ്കിലും വന്നത്. ഏറ്റവും സുന്ദരമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്ന. ആഫിയത്തുള്ള ഈ സമയത്ത് തന്നെ അതെല്ലാം ജീവിതത്തിലെ പുതിയ വിഭവങ്ങൾ തന്നെ ഉപയോഗിച്ച് തീർക്കണം. എത്ര സമ്പത്തുണ്ടെങ്കിലും ചില ആളുകൾ ഒരു വണ്ടി ഒരു മോട്ടോർ സൈക്കിൾ പോലും വാങ്ങൂല. എന്നിട്ടോ മറ്റുള്ളവൻ കാറ് മേടിക്കുമ്പോഴും മറ്റു വണ്ടികൾ വാങ്ങിക്കുമ്പോഴും അതിനകത്ത് ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഹരം കൊള്ളുന്ന ഒരവസ്ഥയാണ് ചെയ്യരുത്. അല്ലാഹു തആല അവനേക്കാളും ഇസ്സത്തോടെ ജീവിക്കാൻ നമുക്ക് സമ്പത്തും ആരോഗ്യവും സമാധാനവും തന്നപ്പോ പിന്നെ എന്തിനും നമ്മൾ മറ്റുള്ളവരിൽ അസൂയപ്പെടണം?
ചില ആളുകൾക്ക് അങ്ങനെയാണ്. ചില ആളുകളുണ്ട് കടം ഇങ്ങനെ എപ്പോഴും കടം മേടിച്ചുകൊണ്ടിരിക്കും. ഒരാവശ്യമില്ലാതെ വെറുതെ കടം മേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആ കടം വാങ്ങുന്നത് കൊണ്ട് അവൻ നശിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കടത്തിന്റെ വിധി എന്നത് അതീവ ഗുരുതരമാണ്. കടം എന്നത് നിങ്ങൾ നിസ്സാരമായി കാണല്ലേ. ദുനിയാവിൽ ഉടനെ ചെയ്യേണ്ട 5 കാര്യങ്ങളിൽ ഒന്ന് കടമാണ്. കടം നമ്മൾ വാങ്ങിയാൽ ഉടനെ തന്നെ അത് പൂർത്തീകരിക്കണം. ഒരാൾ മരിച്ചാൽ ഉടനെ ഖബറിലെത്തിക്കണം. സമയമായാൽ ഉടനെ നിസ്കരിക്കണം. 18 വയസ്സായ ഒരു പെൺകുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പൊന്നുമോളെ നിങ്ങൾ വിവാഹം കഴിച്ചു വിടണം. കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വീട്ടണം. പിന്നെയുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തൗബ ചെല്ലണം. എത്ര തെറ്റ് ചെയ്താലും എത്ര കുറ്റം ചെയ്താലും ഉടനെ തന്നെ തൗബ ചെല്ലണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കടമെന്നത് അതീവ ഗുരുതരമാണ്. നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹക്കിടപാടുകൾ കൊടുത്തു തീർക്കണേ. തൗബയുടെ 4 ഷർത്തുകൾ പറയുന്ന കൂട്ടത്തിൽ ഒരു ഷർത്താണ് നിങ്ങളുടെ ഹക്കിടപാടുകൾ നിങ്ങൾ തീർത്തിട്ട് വേണം തൗബ ചെല്ലാൻ. സൂര്യനങ്ങ് പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെയോ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെയോ നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു തയ്യാറായിരിക്കുമ്പോൾ നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള 1 രൂപയാണ്. അത് നിങ്ങൾ കൊടുക്കുകയോ പൊരുത്തപ്പെടിക്കുകയോ ചെയ്യാതെ നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല. ശഫീഉനാ റസൂലുള്ളാഹി. ആവശ്യക്കാരന് കടം കൊടുക്കൽ സുന്നത്താണ്. അത്യാവശ്യക്കാരന് കടം കൊടുക്കൽ നിർബന്ധമാണ്. ആവശ്യത്തിന് ഒരാൾ വന്ന് കടം ചോദിക്കുമ്പോൾ അവന് കൊടുക്കൽ സുന്നത്താണ്. ഒരു അത്യാവശ്യക്കാരൻ വന്ന് നമ്മളോട് കടം ചോദിക്കുമ്പോൾ അവന് കടം കൊടുക്കൽ നിർബന്ധമാണ്. കടം വാങ്ങിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിൽ ഒരു നെയ്യത്തുണ്ടെങ്കിൽ അടച്ചവനെ ഈ മാസത്തെ ശമ്പളം കിട്ടുമ്പോ ഞാൻ ഈ കടം പൂർത്തീകരിക്കുമെന്നൊരാൾ നെയ്യത്ത് ചെയ്തിട്ടാണ് വാങ്ങിച്ചതെന്നാൽ അതിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അതിൽ നിനക്ക് ബറക്കത്തുണ്ട്. ശഫീഉനാ റസൂലുള്ളാഹി. എന്താ കാരണം? ഇനി ഒരാൾ കടം വാങ്ങിക്കുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കണമെന്ന നെയ്യത്തില്ലാതെ എങ്ങനെയെങ്കിലും അവന്റെ പൈസ വസൂലാക്കണമെന്നാണ് നെയ്യത്തെങ്കിൽ ആ കടത്തിലൂടെ അവൻ നശിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കടമെന്നത് ഗുരുതരമാണ്. ഒരിക്കൽ ഒരു മരിച്ച വീട്ടിൽ നബിതങ്ങൾ ചെന്നു. മരിച്ച വീട്ടിൽ തന്ന നബിതങ്ങൾ മയ്യത്ത് നിസ്കരിക്കാനായി മിമ്പറിന്റെ ഭാഗത്ത് വന്നു നിന്നപ്പോ നബിതങ്ങൾ ചോദിച്ചു, അല്ലയോ സഹാബ, ഈ മരിച്ച മയ്യത്തിന് വല്ല കടവുമുണ്ടോ? സഹാബികൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, കടമൊന്നുമില്ല നബിയേ. ഫസല്ലാ ഖാല റസൂലുള്ളാഹി. നബി തങ്ങൾ കടമില്ല നിറഞ്ഞപ്പോൾ അവന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. ആ ദിവസം തന്നെ മറ്റൊരു വീട്ടിൽ നബി തങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി നിന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ഈ മയ്യത്തിന് വല്ല കടവുമുണ്ടോ? സഹാബികൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ കിടക്കുന്ന മയ്യത്ത് ഇത്ര പൈസ ഇന്ന ആളുകൾക്ക് കൊടുക്കാനുണ്ട്. ലാ സല്ലാ ലാ ഉസല്ലി ഫി ഹാദൽ മയ്യിത്തി, ഈ മയ്യത്തിന് ഞാൻ നിസ്കരിക്കില്ല. ശഫീഉനാ റസൂലുള്ളാഹി, ഈ മയ്യത്തിന് ഞാൻ നിസ്കരിക്കില്ല. കടമുള്ള മയ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ മയ്യത്ത് നിസ്കരിച്ചില്ല പോലും. അത്രയും ഗുരുതരമാണ്. 1 രൂപയെങ്കിലും നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞ അവധിക്ക് മുമ്പ് തന്നെ അത് കൊണ്ടുപോയി കൊടുക്കൽ നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ അത് കാരണമാണ്. ഒരിക്കലും മേടിച്ച സമ്പത്ത് ഒരാളുടെ മുതലിൽ നിന്ന് നമ്മളത് വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കുകയില്ല എന്നുള്ള ഒരു നെയ്യത്തുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് അവൻ 1 രൂപ പോലും സ്വരിക്കൂടില്ല. ബറക്കത്ത് അല്ലാഹു തആല അതിൽ നിന്ന് എടുത്തു കളയും. ചില ആളുകളുണ്ട്, മിക്കവാറും നമ്മുടെ ഈ പലചരക്ക് കടയിൽ സാധനങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോ ഇങ്ങനെ എഴുതി കൂട്ടി 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ എഴുതിയ കച്ചവടക്കാരെ എനിക്കറിയാം.
കച്ചവടം പൂട്ടിയിട്ട് അദ്ദേഹം പറയുന്നു, പലതവണ ഞങ്ങൾ പോയി ചോദിച്ചതാ ഉസ്താദേ, എന്ത് ചോദിച്ചിട്ടും തന്നില്ല. അവസാനം ആ കട പൂട്ടേണ്ടി വന്ന ഇഷ്ടം പോലെ കച്ചവടക്കാരെ പരിചയമുള്ളവർ എനിക്കുണ്ട്. ഒരിക്കലും ചെയ്യരുത്, ഗുരുതരമായ തെറ്റാണ്. ഹക്കിടപാട് തീർക്കാത്തവന്റെ തൗബ അല്ലാഹ്ക്ക് വേണ്ട, അവന്റെ ഹജ്ജും അല്ലാഹ്ക്ക് വേണ്ട. ഹജ്ജിന് പോകുമ്പോൾ പണ്ടുണ്ടായിരുന്ന കാരണവന്മാർ ഒരു ഡയറി ഉണ്ടാവും വീട്ടില്. ഏത് വീട്ടില് കല്യാണത്തിന് പോയാലും ആ പെങ്കച്ചിനെ കെട്ടിക്കാൻ കൊടുത്തത്, അതപ്പുറം പെരുതാമസത്തിന് കൊടുത്തത്, മാർഗ കല്യാണത്തിന് കൊടുത്തത്, ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരു ശീലം പണ്ട് കാലത്തുണ്ടായിരുന്നു. എന്നിട്ടോ ഹജ്ജിന് പോണ സമയമാകുമ്പോ ഇതെല്ലാം എഴുതി വെച്ചെടുക്കുന്നവർക്ക് നമുക്ക് ആ തുക തന്നെ അല്ലെങ്കിൽ ഇത്തിരി കൂടി കൂടിയോ അതൊരു ബറക്കത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു പതിവ് പണ്ട് കാലത്തുണ്ട്. ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അത് അതീവ ഗുരുതരമാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, മരിച്ച മയ്യത്ത് നിസ്കരിക്കാൻ നേരത്ത് പള്ളിയിലേക്ക് വരുമ്പോ മയ്യത്തിന്റെ മക്കൾ പറയും, വാപ്പാക്കോ അല്ല ഹക്കിടപാടുണ്ടെങ്കിൽ ഉസ്താദേ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറയും. ഇത് അതീവ ഗുരുതരമാണ്. 1 രൂപയെങ്കിലും നമ്മൾ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷമേ അള്ളാഹുവിന്റെ റസൂൽ അതിന് അബ്ബാസ് സദസ്സിലിരുന്നതിന് ഒരു സഹാബി ഏറ്റു, നബി മയ്യത്ത് നിസ്കരിച്ചു, ആ മയ്യത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തു എന്ന് ആ സദസ്സിൽ നിന്നൊരു സഹാബി അവിടെ നിന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നബി തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചത്. അതീവ ഗുരുതരമാണ്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ ഇന്ന് തർക്കിച്ചു കൊണ്ടിരിക്കുന്നത് പല ദുനിയാവിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തർക്കം. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ജീവിത വിഭവങ്ങൾക്ക് വേണ്ടി അവൻ ഇങ്ങനെ കടം വാങ്ങി അവന്റെ സഹോദരങ്ങളോടോ അവന്റെ സഹോദരിമാരോടോ ഇങ്ങനെ കടങ്ങൾ വാങ്ങിയിട്ട് അവൻ ദുനിയാവിൽ ദൂർത്തടിച്ച് നടക്കുമ്പോൾ അവൻ ചിന്തിക്കണം, അവന്റെ സമ്പത്ത് അല്ലാഹു തആല അതിലൂടെ ചുരുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കടം വാങ്ങിയാൽ അത് അതീവ ഗുരുതരമാണ്. ദുനിയാവിൽ 5 കാര്യങ്ങൾ പെട്ടെന്ന് വീട്ടേണ്ടതുണ്ട്. അതിലൊന്ന്, നിങ്ങൾ കടം വാങ്ങിയാൽ എത്രയും പെട്ടെന്ന് അത് തിരിച്ചു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അക്രമമാണ്. ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്നുണ്ട്. ആഘോഷങ്ങൾ ഓരോന്ന് കടന്നു വരുമ്പോൾ നമ്മുടെ മക്കൾ അറിയാതെ അതിൽ ലയിച്ചു പോകുന്നുണ്ട്. മദ്യത്തിന്റെയും ലഹരിയുടെയും പിടിയിലൂടെ അകപ്പെട്ടു പോകുന്നുണ്ട്. എത്ര അകപ്പെട്ടു പോയാലും നമ്മൾ മക്കളോട് ഉപദേശിക്കണം, അവരോട് നിർദ്ദേശിക്കണം. നിന്റെ സമാധാനം എന്നത് ദുനിയാവിലെ കാര്യത്തിൽ മാത്രമല്ല, സമാധാനം എന്നത് നിസ്കാരത്തിലാണ്. സമാധാനം എന്നത് നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യം. ഒന്ന്, ദുനിയാവിലെ അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ പെണ്ണാണ് എനിക്ക് ദുനിയാവിൽ ഇഷ്ടമുള്ള 3 കാര്യത്തിൽ ഒന്ന്. പിന്നെയോ നബി തങ്ങൾ പറയുന്നു, വഖുറത്തു ഐനി ബിസ്സലാത്ത്, നിസ്കാരത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടാവുന്ന സമാധാനമാണ് ദുനിയാവിൽ എനിക്ക് ആഗ്രഹമുള്ള 2ാമത്തെ കാര്യം. പിന്നെയോ ദുനിയാവിൽ അത്തറന്താണ് നബി തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ്, സുഗന്ധം വളരെ ഇഷ്ടമുള്ളതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുനിയാവിൽ നിങ്ങൾ അത്യാഗ്രഹങ്ങൾ കൊണ്ടോ മറ്റുള്ളവരോടുള്ള അസൂയകൾ കൊണ്ടോ ഒരിക്കലും നിങ്ങൾ തർക്കിക്കരുത്, അനാവശ്യമായി കടം വാങ്ങരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു തആല എടുത്തു കളയുന്നത് നിങ്ങളുടെ ബറക്കത്താണ്. ഇഗ്തനിം ഖംസൻ ഖബല ഖംസിൻ, നമ്മൾ ഓരോരുത്തർക്കും 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ശബാബക ഖബല ഹറമിക, വാർദ്ധക്യം നിനക്ക് പിടിപെട്ടാൽ നിന്റെ യുവത്വത്തിൽ നീ നന്മകൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക. കാരണം നിനക്ക് വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട്. വസിഹതക ഖബല സഖമിക, നിന്റെ ആരോഗ്യമുള്ള ഘട്ടമുണ്ടല്ലോ, ഇത് നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഇനി ഒരിക്കലും തിരിച്ചു വരാത്തതാണ്. നിന്റെ യുവത്വം എന്നത്, നിന്റെ ആരോഗ്യം എന്നത് നിന്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ്. ഖബല സഖമിക, നീ രോഗിയാകാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ആയുസ്, നിന്റെ ജീവിതത്തിലുള്ള ആഫിയത്ത് നീ ഉപയോഗപ്പെടുത്തണേ. ബഗിനാക ഖബല ഫഖരിക, ഒരാളുടെ ആശ്രയമില്ലാതെ വീട്ടിൽ കഴിയുന്ന, മക്കളെ ആശ്രയിച്ച് കഴിയേണ്ട ഒരു അവസ്ഥ, ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥ നിനക്ക് വരുന്നുണ്ട്. അതിനു മുമ്പുള്ള നിന്റെ സമ്പന്നതയുണ്ടല്ലോ, ആ സമ്പത്ത് നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ
ചെലവഴിക്കണം, ഹൈറായ മാർഗത്തിൽ ചെലവഴിക്കണം. ഹറാമിന് വേണ്ടി നിന്റെ സമ്പത്ത് നീ ചെലവഴിക്കല്ലേ. നിനക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ നീ ദുരുപയോഗപ്പെടുത്തരുത്. എത്ര മണിക്കൂറുകളാണ് മൊബൈലിന് മുമ്പിൽ നമ്മൾ ചെലവഴിക്കുന്നത്. നിന്റെ പാഴ് സമയങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം. കബല ശുഗലിക്ക, നീ ജോലിയാകാൻ പോകുന്നുണ്ട്, നിനക്ക് തിരക്ക് വരാൻ പോകുന്നുണ്ട്, നിനക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ലാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. അതിനു മുമ്പുള്ള നിന്റെ പാഴ് സമയങ്ങൾ നീ ഉപയോഗപ്പെടുത്തണേ പൊന്നുമോനെ. ജീവിതത്തിന്റെ അവസാന നിമിഷം ആക്സിഡന്റുകളോ മറ്റു മരണങ്ങളോ സംഭവിക്കുന്ന സമയത്ത്, റൂഹവന്റെ തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് അവൻ ഓർക്കും, പടച്ചവനെ, ദുനിയാവിൽ ഇത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നല്ലതുപോലെ ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ, സമ്പത്ത് നല്ലപോലെ ചെലവഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒരൊറ്റ മനുഷ്യനും മരണമാകുന്ന അമ്പിന്റെ മുനയിൽ നിന്നും രക്ഷപ്പെടുന്നതല്ല. എല്ലാ ജുമാകളിലും ഓതുന്നതാണ്, എന്റെയും നിങ്ങളുടെയും അവധിയെത്തിയാൽ, എന്റെയും നിങ്ങളുടെയും ആയുസ് തീർന്നാൽ, ഈ ഭൂമിയിൽ എത്ര ശ്വസിക്കണം, ഈ ഭൂമിയിൽ എത്ര ഭക്ഷിക്കണം, ഈ ഭൂമിയിൽ എത്ര സമ്പാദിക്കണം, ഈ ദുനിയാവിൽ എത്രയാണ് നീ ശേഖരിക്കുന്നത്, ഇതിന്റെ അവധിയെത്തിയാൽ ഈ ദുനിയാവിൽ ഒരു മനുഷ്യ ശരീരത്തിനെയും അല്ലാഹു ഭിന്നിപ്പിക്കുന്നതല്ല. ഇദാ ജാ അജലുഹാ, അവരുടെ അവധിയെത്തിയാൽ എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ ഒരു നിമിഷം പോലും, ഒരു കടുകുമണിയോളം നിമിഷം പോലും പിന്താതെ ആ റൂഹ് പിടിക്കുന്നതാണ്. അപ്പോൾ അവൻ പറയും, അവധിയെത്തുന്ന സമയത്ത് അവൻ പറയും, എന്തുകൊണ്ട് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അടുത്ത ഒരു അവധി വരെ അസ്റായിലെ എന്നെ പിന്തിപ്പിക്കുമോ, ഇപ്പൊ നീ പിടിക്കാതെ ഒന്ന് പിന്മാറുമോ. ഒരുപാട് സദഖ ഞാൻ ചെയ്യാം, ഒരുപാട് നന്മകൾ ഞാൻ ചെയ്യാം, പക്ഷേ എന്റെ പൊന്നുമോനെ, ഖാബിദുൽ അർവാഹ് വന്ന് നിന്റെ റൂഹ് പിടിച്ചാൽ പിന്നെ നിനക്ക് അനങ്ങാൻ പറ്റില്ല. നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടുന്ന നമ്മുടെ ആയുസ്, ആഫിയത്തോടു കൂടിയുള്ള ആയുസ്, അതിൽ ബറക്കത്ത് വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ നിങ്ങൾ സ്വലാത്ത്, നിസ്കാരം അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക. ഖുർആൻ പറയുന്നു, സമാധാനം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനമാണോ നിങ്ങൾ തേടുന്നത്, ബിദിക്രില്ല, അല്ലാഹുവിനെ നിങ്ങൾ ദിക്ർ ചൊല്ലിക്കുക, അല്ലാഹുവിനെ നിങ്ങൾ സ്മരിച്ചോ, ഹൃദയങ്ങൾക്ക് നല്ല സമാധാനമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹു തആല നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ സഹോദരന്മാർ സംഭാവന, പ്രത്യേകം ദുആ ചെയ്യാൻ മറ്റൊരു സഹോദരൻ സംഭാവന. സ്കൂട്ടർ അപകടത്തിൽ കാൽമുട്ടിന്റെ ലിഗമെന്റിന് പൊട്ടൽ സംഭവിച്ച ഇന്നത്തെ ഓപ്പറേഷന് വിധേയനായ പള്ളിയുടെ കമ്മിറ്റി അംഗം പരിധയിൽ ഷാൻ എന്ന സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ കാല് 1-2 ആക്സിഡന്റുകൾ പറ്റിയ, പക്ഷെ നിസാരമായി കണ്ടു. അവസാനം സ്കാൻ ചെയ്തപ്പോഴാണ് അവന്റെ കാലിന്റെ ലിഗമെന്റിന് പൊട്ടുണ്ടെന്ന് തൊടുപുഴ അൽഅസർ ഹോസ്പിറ്റലിൽ ഇന്നലെയായിരുന്നു സർജറി. അല്ലാഹു പൊന്നുമോനെല്ലാം ശിഫയാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉപ്പയുടെയും ഉമ്മയുടെയും ചൂടെന്താന്നറിയാതെ വല്യമ്മ വളർത്തിയ ഒരു പൊന്നുമോനാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. എത്രയും വേഗം കാലിന് അല്ലാഹു പരിപൂർണ ശിവ കൊടുക്കുമാറാവട്ടെ. മാതാവിന്റെ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ സംഭാവന. അതുപോലെ ഇളമ്പറ മുസ്ലിം ജമാഅത്തിൽപ്പെട്ട കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സഹോദരന് വേണ്ടി ജമാഅത്തിന്റെ കത്തുമായി വന്ന ഒരു സഹോദരന്റെ ഭാര്യ സഹായം ചോദിച്ചവിടെ വന്നിട്ടുണ്ട്. ആ സഹോദരി പുറത്തുണ്ടാവും. നമസ്കാരം കഴിഞ്ഞു പോകുന്നവർ നിങ്ങളാൽ കഴിയുന്ന നല്ല ഒരു സഹായം ചെയ്യുക. മേദല കാട്ടാമ്പുടിയിൽ മരണപ്പെട്ടുപോയ ഹസ്സനാജിക്ക് വേണ്ടിയും സൗത്ത് വല്ലം മുക്കട
കൊലത്തങ്ങാടി വീട്ടിൽ ഇബ്രാഹിം കുട്ടി ഹാജിക്ക് വേണ്ടി ഹാജിയുടെ ഭാര്യ ഫാത്തിമാക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അർഹമുർ റഹീമീനായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിൽ അവർ ചെയ്ത പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. എന്തെന്ത് കുറ്റങ്ങളും പോരായ്മകളും അവർക്കുണ്ടെങ്കിലും അതെല്ലാം നീ പരിഹരിക്കണേ അല്ലാഹ്. ആ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ സംഭാവനകൾ തന്ന മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള മഹാസൗഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു. മുറാദുകൾ അറിയുന്ന റബ്ബേ, മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കാലിന്റെ ലിഗമെന്റിന് പൊട്ടുപറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കഴിയുന്ന ആ സഹോദരന് നീ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. നനച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റഹ്മാനെ. അപകടങ്ങൾ, മുസീബത്തുകൾ, അടങ്ങേറുകളെല്ലാം നീ തട്ടി നീക്കണേ അല്ലാഹ്. നനച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാതാവിന്റെ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഷാഫിയായ കാഫിയായ റഹ്മാനെ, നീ ശിഫയാക്കണേ അല്ലാഹ്. എന്ത് രോഗമാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. നീ ശിഫയാക്കണേ റബ്ബേ. നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം കബറിടങ്ങൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഈ ഇരിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ലേ അല്ലാഹ്. പള്ളിയുടെ പക്കറ്റുമായി വരുമ്പോൾ അതിൽ തുട്ടുകൾ ഇട്ട് നിറയ്ക്കുന്നവരെ നീ അനുഗ്രഹിക്കണം റബ്ബേ. ധാരാളം സമ്പത്ത് നിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാനുള്ള മഹാസൗഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.